മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നിൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ദൈവസ്വരം ശ്രവിക്കുന്നതിനും ദൈവസ്നേഹം അനുഭവിക്കുന്നതിനും തുറന്ന ഹൃദയത്തോടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ശാലോം പ്രേക്ഷകരെയും ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷകൻ 15:15 പറയുന്നു, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. നഴ്സിംഗ് മേഖലയിൽ പുരുഷ സാന്നിധ്യം അനുദിനം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ കൽപ്പനകളിൽ ശ്രദ്ധാപൂർവം മനസ്സ് വെച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന അബുദാബിയിൽ നിന്നുള്ള ഏതാനും മെയിൽ നേഴ്സുമാരെ നമുക്കിന്ന് പരിചയപ്പെടാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡാനി. ഞാൻ അബുദാബിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ 5 കൊല്ലമായി. എൻ്റെ വൈഫ് നഴ്സാണ്, പേര് ജാസ്മിൻ. അബുദാബി തന്നെ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ദൈവവചനം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ചൊരു വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെയാണ്. 6-ാം അധ്യായം 33-ാം വാക്യം. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ അജിൻ, അബുദാബിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു നേഴ്സ് എന്ന നിലയിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വചനമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ ഇടയിൽ പ്രകാശമായി ഭവിക്കട്ടെ. ഈ വചനം ഒരു നേഴ്സായ ഞാൻ എൻ്റെ ജോലി മേഖലകളിലും മറ്റുള്ളവരുടെ ഇടയിൽ ഇടപെടുമ്പോഴും എൻ്റെ ജീവിതത്തിൽ അനേകം തവണ രൂപാന്തരപ്പെട്ട ഒരു വചനമാണ്. ക്രിസ്തുവിൻ്റെ ഒരു വലിയ
മാതൃക പങ്കിടുവാൻ, ക്രിസ്തുവിൻ്റെ വലിയൊരു സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് എന്നെ രൂപാന്തരപ്പെടുത്തിയ ഈ വചനമാണ്. എൻ്റെ പേര് ജോബിൻ. ഞാൻ അബുദാബിയിൽ 2 വർഷമായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നെ ശക്തനാക്കിയതിലൂടെ എനിക്ക് എല്ലാം സാധിക്കും. കാൽവറി മലയിൽ എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോ ചൊരിഞ്ഞ ജീവനാണ് നമ്മെ ശക്തനാക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൽ നമ്മൾ ആ എക്സ്പ്രസ് ചെയ്തത്, നമ്മൾ അനുഭവിച്ചത്, അത് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വ്യക്തമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം ജോബിനെ സംബന്ധിച്ച്, അല്ലെ ഡാനിയെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരെല്ലാം സ്വാധീനിച്ചു. അപ്പം ജോബിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത്? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. കൊച്ചുനാൾ തൊട്ട് സൺഡേ സ്കൂളിലും അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം പള്ളിയിലും ഒക്കെ പോകുമായിരുന്നു. പക്ഷേ അത് നമ്മുടെ വീട്ടുകാർ, കുട്ടികളാകുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ വീട്ടുകാർ നമ്മളെ നിർബന്ധിച്ച് പള്ളിയിലോട്ട് അയക്കുന്ന ഒരു രീതിയായിരുന്നു. ഈശോ ഉണ്ട്, ഈശോയുടെ സ്നേഹത്താലാണ് ഞാൻ വലയം ചെയ്യുന്നതെന്ന് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ഈശോയുടെ സ്നേഹം കൂടുതൽ രുചിച്ചറിഞ്ഞപ്പോഴാണ് ആ ഈശോയെ ഒന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കുവാനായിട്ട്, അവൻ ആരാണ്, ആ ശരിക്കും ഈശോയുടെ സ്വരം ഒന്ന് കേൾക്കുവാനായിട്ട്, ഈശോയുടെ ജീവിതം എന്തായിരുന്നു, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ശരിക്കും ഈശോയുടെ വചനം, ആ ജീവിക്കുന്ന വചനം നമ്മളിൽ നിറവേറ്റുവാനായിട്ട് എനിക്ക് ശരിക്കും തോന്നിയത് നമ്മൾ ആ ഈശോയുടെ സ്നേഹം ശരിക്കും രുചിച്ചറിഞ്ഞപ്പോഴാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ ശരിക്കും ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. ശരിക്കും എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എൻ്റെ ഫാമിലിയിലായാലും ഞാൻ നോക്കുന്ന പേഷ്യൻസിൻ്റെ അടുത്താണെങ്കിൽ പോലും എപ്പോഴും എന്തൊരു ചെറിയ കാര്യത്തിന് പോലും ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷേ അത് ഈശോയുടെ ആ സ്നേഹം അറിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ദേഷ്യപ്പെടാനായിട്ടൊരു കാരണം കണ്ടെത്തിയാൽ തന്നെയാലും പെട്ടെന്ന് നമുക്ക് ഈശോയുടെ ഒരു വചനമായിരിക്കും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈശോയുടെ ഒരു ഹല്ലേലൂയ എന്നൊന്ന് പറയാനായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് കയറി വരുന്നത്. അതുപോലെ തന്നെ എന്നും രാവിലെ ഈശോയുടെ ആ ഒരു വചനം വായിച്ചുകൊണ്ട് എണ്ണിക്കാനും, ഈശോയായിട്ടൊരു പേഴ്സണൽ പ്രെയറിലൂടെ ഈശോയായിട്ട് കൂടുതൽ ഈശോയോട് സംസാരിക്കുവാനും, ഈശോ ഇന്ന് എന്താ എന്നോട് പറയുന്നത്, ഇന്ന് എന്ത് ചെയ്യാനാണ് പറയുന്നത്, എങ്ങനെ നടക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ യൂത്ത് ആകുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങളിൽ നമുക്ക് ഇൻവോൾവ് ആവാം. ഇപ്പം തന്നെ മൊബൈലുകളുടെ കാലമാണ്, എന്നാൽ പോലും നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആകും. പക്ഷേ നമുക്ക് ആ ഈശോയുടെ സ്നേഹം അറിയുമ്പോൾ എപ്പോഴും നമുക്ക് മറ്റുള്ളവരോട് പറയാനാന്നേ തന്നെ ഈശോയുടെ കാര്യങ്ങളാണ് കൂടുതൽ പറയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈശോയുടെ വചനങ്ങളാണ് നമുക്ക് കൂടുതലും പറയാനായിട്ടുള്ളത്. മറ്റുള്ളവരോട് ഒന്ന് കേൾക്കുവാനും, ഇപ്പം തന്നെ എന്തെങ്കിലും ഡ്യൂട്ടിയിലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കേട്ട് അവർക്കൊരു വചനം പറഞ്ഞു കൊടുക്കാനും, ആ ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു വിഷമം നമ്മുടെ വിഷമമാണെന്ന് മനസ്സിലാക്കി, ഓക്കെ അല്ലെങ്കിൽ ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, അല്ലെങ്കിൽ സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാം ഈശോ നോക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഇത് എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായിട്ട് നയിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ വചനം, എനിക്ക് നേരത്തെ ഒരു വചനം പോലും എനിക്ക് ശരിക്കും പറയാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബൈബിള് നോക്കിയപ്പോൾ എൻ്റെ ഈശോ, എനിക്ക് നിൻ്റെ വചനങ്ങൾ കൂടുതൽ എനിക്ക് പറയണം, നിൻ്റെ വചനം എന്നിൽ മാംസം ധരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും എല്ലാ ദിവസവും ഒരു വചനം വെച്ച് പഠിച്ച് ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ബൈബിൾ വായിക്കുവാനും ആ ബൈബിൾ വചനം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പഠിച്ച് അതൊന്ന് പ്രാവർത്തികമാക്കുവാനായിട്ടും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ജോബിൻ ഇപ്പോൾ പറഞ്ഞ കാര്യം കൂടുതലായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്. അതെ. ജോലി മേഖലയിൽ അജിന് എന്താ പറയാനുള്ളത്? എന്താണ് ദൈവത്തിൻ്റെ ആ സ്നേഹം വരുത്തിയിട്ടുള്ള സ്വാധീനം, മാറ്റങ്ങളൊക്കെ? എൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോലി മേഖലകളിലാണെങ്കിലും വ്യക്തിപരമായ മേഖലകളിലാണെങ്കിലും. നമ്മളിപ്പം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ, ഈശോയുടെ നാമം വിളിച്ചപേക്ഷിച്ചിട്ട് ജോലിക്ക് പോകുമ്പോൾ, അല്ലെ ദൈവത്തിൻ്റെ വചനം എടുത്ത് വായിച്ചിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. നമ്മൾ വിചാരിക്കുക ആദ്യം ഇത് ചെയ്യാൻ പറ്റുമോ, അത്രമാത്രം ബുദ്ധിമുട്ടാണോ, പക്ഷേ എങ്കിലും എത്ര വലിയ ക്രിട്ടിക്കൽ പേഷ്യൻ്റ് ആണെങ്കിലും നമ്മുടെ കയ്യിൽ വരുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഹാൻഡിൽ ചെയ്യുന്നത് പലപ്പോഴും മനസ്സിലാകുന്നത് അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുമ്പോഴായിരിക്കും ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ മനസ്സിലാകുന്നത്. അപ്പോൾ അത് ഞാൻ തിരിച്ചറിഞ്ഞതോടുകൂടി പിന്നെ നിരന്തരം ഈ വചനത്തോട് ചേർന്നിരിക്കുവാനായിട്ട് എന്നെ അധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് തമ്പുരാൻ എന്നെ വലുതായിട്ട് കൃപ തന്നിട്ടുണ്ട്. ഇപ്പം അനുദിന ജീവിതത്തിലാണെങ്കിൽ പോലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന്
ചുമ്മാ ഓടിപ്പോയി നോക്കും, ഈശോ എന്നോട് എന്താ സംസാരിക്കുന്നത്, ബൈബിൾ നോക്കും. ബൈബിളിനകത്ത് എന്തെങ്കിലും എന്നോട് സംസാരിക്കുന്നുണ്ടോ, സമാശ്വാസത്തിൻ്റെ എന്തെങ്കിലും ഒരു വചനം ചിലപ്പോൾ അതിനകത്തുനിന്ന് കൂടുതൽ എന്നെ സ്പർശിക്കും. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ആശയം കുഴപ്പമായിട്ട് നിൽക്കുന്നു. അപ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം കാണും. ചിലപ്പോഴൊക്കെ അതിനകത്ത് എന്തെങ്കിലും ഒരു ക്ലൂ എന്നെ തീർച്ചയായിട്ടും എനിക്കത് സംസാരിക്കും. സഹപ്രവർത്തകരായിട്ടാണെങ്കിലും എനിക്കത് ഇടപെടാൻ പറ്റും, അവരോട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ ഇങ്ങനൊരു സ്നേഹം മനസ്സിലാക്കുന്നതിന് മുൻപ് ഈ ഒരു സ്വഭാവമേ അല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ചൂടാവുക, പെട്ടെന്ന് ദേഷ്യം. നമ്മൾ യൗവനത്തിൻ്റെ ഒരു തിളപ്പെന്നൊക്കെ പറയുന്നതായിട്ട് ഒരു എടുത്തുചാട്ടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തെന്നറിയില്ല, ഇത് ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അനുഭവം അല്ലെങ്കിൽ ഈ ഒരു ദൈവസ്നേഹത്തിനുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്, ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം വരുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ആത്മീയമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും പല രീതിയിലും സ്വാധീനിച്ചിട്ടുണ്ട് വളരെ ശക്തമായിട്ട്. ഡാനിച്ചേട്ടൻ OT-യിലല്ലേ വർക്ക് ചെയ്യുന്നത്? OT-യിലാണ്. അപ്പോൾ നമ്മൾ OT-യിൽ ഒത്തിരി കേസുകളൊക്കെ വരാറുണ്ടല്ലോ. അപ്പം ശരിക്കും OT-യിലുള്ള പേഷ്യൻസ് സർജറിക്ക് മുമ്പിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ? ആ നിമിഷത്തിൽ നമുക്ക് നമ്മൾക്ക് കിട്ടിയ ആ ഉള്ളിലുള്ള ഈശോയുടെ സ്നേഹം ചേട്ടൻ എങ്ങനെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്? OT-യിലൊക്കെ ശരിക്കും അത് ആവശ്യമുണ്ട്. ICU-ലും ഒക്കെ അങ്ങനെയാണ്. പേഷ്യൻസ് വളരെ ടെൻഷനായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവർക്കൊരു ആശ്വാസം നൽകുക എന്നുള്ളതാണ്. സപ്പോർട്ട്. ദൈവം കൂടെയുണ്ട്, ഇവിടെ ഉള്ളവർ നന്നായി നോക്കും, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ അവരോട് സംസാരിച്ച ഒരു ആശ്വാസം കൊടുക്കുക. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ സർജറിയുടെ സമയത്തായാലും ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അതിനുശേഷം ഇപ്പോൾ വാർഡിലൊക്കെ പേഷ്യൻ്റ് പോയതിനു ശേഷം ആ പേഷ്യനെ കുറിച്ച് അന്വേഷിക്കുമേ ആയാലും നല്ലൊരു പ്രോഗ്രസ് കാണാറുണ്ട്. മീൻസ് പ്രാർത്ഥിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിനേക്കാളും നമുക്കൊരു സന്തോഷവും നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ആനന്ദം. അവരാ ഒരു റിപ്ലൈ ഒക്കെ തരുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള ഒരു പേഷ്യൻ്റ് റിപ്ലൈ തരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു വിശ്വാസത്തിൻ്റെ ഒരു വർധനയാണ്. നമുക്കൊരു സന്തോഷമായിരിക്കും ഉള്ളിൽ നിന്ന്. പിന്നെ നമുക്ക് തന്നെ പ്രാർത്ഥിച്ചതിനൊരു ഉത്തരവുണ്ടല്ലോ, ഒരു ജോലി എന്നതിനേക്കാൾ ഉപരിയായി. തീർച്ചയായിട്ടും ഈ ഒരു ദൈവിക സ്നേഹം എങ്ങനെ നമുക്കത് ബലപ്പെടുത്താൻ പറ്റും, അത് എങ്ങനെ ഈ പ്രാർത്ഥനയിൽ കൂടുതൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നത് എങ്ങനെ സ്വാധീനിക്കും? അതായത് ഒരു കൂട്ടായ്മ ജീവിതത്തിൽ നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടായ്മയിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോഴായിട്ട് ശരിക്കും നമ്മുടെ ബൈബിളിൽ പറഞ്ഞൊരു വചനമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് എന്ത് ചോദിച്ചാലും നമ്മുടെ ഈശോ നടത്തിത്തരും. നമ്മളിപ്പോൾ ഒരുമിച്ച് നമ്മളെല്ലാവരും നേഴ്സുമാരാണ് അല്ലേ? നമ്മൾ ഒരേ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഒരേ ജോലി ചെയ്യുന്നവരാണ്, ഒരേ ഒരു റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മളെല്ലാം ഒരു മനസ്സോടുകൂടി ഒന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അനുഗ്രഹവും ഒരാളുടെ വിഷമം നമ്മൾ മറ്റൊരാളുടെ പറയുമ്പോഴാണെങ്കിലും അവരുടെ വിഷമം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ശരിക്കും വലിയൊരു അനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ ശരിക്കും അത് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഡാനിച്ചേട്ടൻ ഓർമ്മയുണ്ട്, നമ്മളൊരു പേഷ്യൻസിന് വേണ്ടി വീട്ടിൽ പോയി. അതായത് ഞങ്ങളുടെ ഒരു ചേച്ചി നടുവിനുവേദനയായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി, പുള്ളിക്കാരി ശരിക്കും സിക്കായിരുന്നു. ഒരു ക്യാനിലിടാൻ പോലും കുനിയാൻ പറ്റാത്തൊരവസ്ഥ, ഒരു പേഷ്യനെ ഒന്ന് പിടിച്ച് എണ്ണിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു റിസൈൻ്റെ ഒരു വക്കിലായിട്ട് ഇരിക്കുകയായിരുന്നു ആ ചേച്ചി. അപ്പോൾ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേരും കുറച്ച് ചേച്ചിമാരും എല്ലാവരും കൂടി ആ ചേച്ചിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. ശരിക്കും ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ, ചേച്ചി ഇപ്പോൾ ആ കട്ടിലെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ യോജിച്ച് എന്ത് കാര്യം ചോദിച്ചാൽ നടക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് ശരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു, ശരിക്കും ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് തന്നെ ഒരു ഷോക്ക് അടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് അവസാനം ആ ചേച്ചിയെ ഞങ്ങൾക്ക് എണ്ണീറ്റ് പോയി ചായയൊക്കെ ഇട്ട് തന്ന് ഈശോയെ മഹത്വപ്പെടുത്തി ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ തിരിച്ചു പോയി. അപ്പം നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈശോ നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മളൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? ശരിക്കും മറ്റേ തളർവാദ രോഗിയെ കിടക്കയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഓട് പൊളിച്ച് താഴോട്ടിറക്കിയപ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസം കാരണമാണ് ആ രോഗി സുഖപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മളും വിശ്വസിച്ചു, അതോടൊപ്പം ആ രോഗിയും വിശ്വസിച്ചു എനിക്ക് എണീറ്റ് നടക്കണം എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് എണീറ്റ് പ്രാർത്ഥിച്ചു. അതുകൂടാതെ തന്നെ
എണീറ്റ് നടന്ന ചേച്ചി പിന്നെ പലരോടും ഇപ്പോൾ നടുവിനുവേദനയായിട്ടൊരു പ്രശ്നം കാണുന്ന ചേച്ചിയോട് പറയും, നിങ്ങൾ നമുക്ക് ഒരു കൂട്ടായ്മയിൽ പോയി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ഒരു വിടുതലും ഭയങ്കര ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഞങ്ങൾ കൂട്ടായ്മ വന്ന സാക്ഷിയൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെ പറയുന്നത്, ഞാൻ ഇനിയിപ്പം പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ, ഒരുമിച്ച് വേറൊരാളെ കാണുമ്പോൾ നമുക്ക് ആ ചേച്ചിക്ക് കിട്ടിയ ഒരു അനുഭവം ഇങ്ങനെ പ്രാർത്ഥിച്ച് നോക്ക്, നടക്കും, നടക്കും, നമ്മുടെ ജീവിതത്തിൽ നടക്കും. നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് നോക്ക്, നടക്കും, ഉറപ്പാണ്. അങ്ങനെ ഒരു വിശ്വാസം വചനത്തിൻ്റെ ശക്തിയാലാണ്. വചനത്തിൻ്റെ ശരിക്കും ശക്തിയാലും ഈശോ തൊട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു സ്നേഹം മനസ്സിലാക്കി ആ ഒരു കിട്ടിയ സ്നേഹം മറ്റുള്ളവരിലേക്ക് അങ്ങനെ പകർന്ന് കൊടുക്കുക. ശരിക്കുള്ളൊരു സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ ഒരാൾ അനുഭവിച്ച ഈശോയെ വേറൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് ആ ഒരു സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നത്. പിന്നെ അതൊരു പ്രവൃത്തിയാണ്, പ്രവൃത്തിയിലുള്ള വിശ്വാസം. അതിൽ ശരിക്കും യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവം എന്ന് പറയുന്നത്. ഡാനിച്ചേട്ടൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും വലിയ ദൈവാനുഭവത്തിൻ്റെ ഒരു സമയമാണ്. കല്യാണത്തിന് മുമ്പ് തന്നെ ഈ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ ഞാനിവിടെ ജോലി ചെയ്യായിരുന്നു. ഞാൻ ലീവിന് പോയപ്പോൾ കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ ആ കോഴ്സിന് സമയത്തായാലും ഇങ്ങനെ അച്ഛൻ പറഞ്ഞു ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ചാപ്പലിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനും ഇപ്പോൾ എൻ്റെ വൈഫും കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. ഒരുമിച്ച് താമസിക്കാനുള്ള, കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഒരുമിച്ച് താമസിക്കണമല്ലോ, അപ്പോൾ അതിനു വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ വൈഫിനെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്കുകയും ഞാൻ എത്രയും മുമ്പ് തന്നെ ഇവിടെ ജോലി കിട്ടുകയും ചെയ്തു. പിന്നെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ദൈവത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ളൊരു കാര്യം കൂടി ശരിക്കും ഈ ഒരു അനുഭവത്തിലൂടെ നമുക്ക് ശരിക്കും ഒരു ബോധ്യം വന്നു. ഇപ്പോഴായാലും എന്നെ അറിയാവുന്നവർക്ക് ഇപ്പോഴും അത് വിശ്വാസമായിട്ടില്ല. അവരത് പ്ലാൻ ചെയ്ത പോലെ അവർ ചിന്തിക്കുന്നത്. പിന്നെ കുടുംബത്തിലായാലും കുഞ്ഞുങ്ങളെയായാലും പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയാലും സാധിക്കുന്നുണ്ട്, വചനം പറഞ്ഞു കൊടുത്തും. അതെ അതെ, പണ്ട് തൊട്ടേ നമ്മുടെ അപ്പനും അമ്മയും പറഞ്ഞു തന്നതാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. കുടുംബജീവിതത്തെ പറ്റി പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ നൈറ്റ് വിജിലിൽ ഡാനിച്ചേട്ടൻ്റെ 2 വയസ്സുള്ള കുഞ്ഞ് നമ്മളെല്ലാവരും സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ ഫ്രണ്ടിൽ വന്ന് ഈശോയുടെ രൂപത്തിന് മുമ്പ് 2 കൈ ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ശരിക്കും നമ്മുടെ നമ്മൾ പ്രത്യേകിച്ച് ഗൾഫിൽ താമസിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആ ഒരു ഈശോയോടുള്ള സ്നേഹം കുഞ്ഞുങ്ങളിലേക്ക് ഡാനിച്ചേട്ടൻ എങ്ങനെയാണ് പകർന്നു കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന മാതൃകകൾക്ക് നല്ലൊരു റോള് തന്നെയുണ്ട്. നമ്മൾ നല്ലൊരു മാതൃക അവർക്ക് ആദ്യമേ കാണിച്ചു കൊടുക്കണം. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നും നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അവരെയും കൊണ്ടുപോവുക, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുക. പലപ്പോഴും നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകാനാണ് ആൾക്കാർ പള്ളിയിൽ പോകുന്നത്. കാരണം കുട്ടികൾ പള്ളിയിലിരുന്ന് കരയും, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് കളി അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാറില്ല. എന്നാലും നമ്മൾ കൊണ്ടുപോകണം. അവരത് പതുക്കെ ശരിയായിക്കോളും. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവർ അതിനോട് അഡ്ജസ്റ്റ് ആവും. പിന്നെ ബൈബിൾ വായിക്കുമ്പോൾ നമ്മളൊപ്പം അവരെ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അവർ നന്നായി അപ്രിഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ അവർ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് വരും. പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ട്, അമ്മച്ചിമാരൊക്കെ ആണെങ്കിലും അപ്പച്ചന്മാരാണെങ്കിലും പണ്ട് 5 മണിയാകുമ്പോഴേ എണ്ണീറ്റ് പള്ളിയിലോട്ട് ആദ്യം ഓടുന്നത്. എന്നിട്ട് അവർ വന്നിട്ട് ഫുഡ് പോലും വെക്കത്തുള്ളൂ. ആദ്യമേ അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് അവരുടെ ജീവിതം തന്നെ തുടങ്ങുന്നത്. ശരിക്കും ആ ഒരു മാതൃകയായിരിക്കും നമുക്കും നമ്മുടെ പേരൻസ് വഴിയായിട്ട് നമുക്ക് കിട്ടിയത്, അല്ലേ? അവരൊക്കെ ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്നത്. നമ്മളിപ്പോൾ ഇന്ന് ഈ അവസ്ഥയിലായിരിക്കുന്നത് പോലും അവരന്ന് പ്രാർത്ഥിച്ച ആ ഒരു അവരൊഴുക്കിയ കണ്ണുനീരിൻ്റെ ഒരു ഇതായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്തോഷവും ഈ സമാധാനവും ഒക്കെ. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ യൂത്ത് നേഴ്സസ് ആണല്ലേ, നമ്മളാണ് വൈബ്രൻറ്റ് അല്ലേ. നമുക്ക് യൗവനത്തിൽ നമ്മൾ നമ്മുടെ സൃഷ്ടാവിനെ അറിഞ്ഞ് ഇപ്പോൾ ജീവിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും പുതിയ നേഴ്സസ്, ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന നേഴ്സസ് അവർ പല വിധത്തിലായിട്ടുള്ള, ചിലപ്പോൾ അവർ പലരും നല്ല ശമ്പളം പ്രതീക്ഷിച്ചൊക്കെ ആയിരിക്കും വന്നേക്കുന്നത്. ശരിക്കും വീട്ടുകാരെ വിട്ട് വരുന്ന ഒരു വിഷമവും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും. ചിലപ്പോൾ ഗൾഫിൽ ഒരു പള്ളി ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിയത്തില്ലായിരിക്കും പലപ്പോഴും. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വരുന്ന നമ്മുടെ നേഴ്സസിനെ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ, നമ്മുടെ അനിയന്മാരെ അല്ലെങ്കിൽ അനിയത്തിമാരെ നമുക്ക് എങ്ങനെ ഈശോയെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും? ജോബിൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജൂനിയറായിട്ട് വരുന്നവരെ നമ്മളാണ് അവർക്ക് ഒരു മാതൃകയൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത്. അവരോടത്ത് നമ്മൾ ഒരു സ്നേഹമായിട്ട് ഇടപെടുക, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പ്രത്യേകിച്ച് അവർ നാട്ടിൽ നിന്നൊക്കെ വിട്ടു വരുമ്പോൾ അവർക്കൊരു ചെറിയ വിഷമവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ തമ്മിലൊരു സൗഹൃദമായി കഴിയുമ്പോൾ നമ്മൾ അതുവഴി ഈശോയുടെ ഒരു സ്നേഹം പകർന്നു കൊടുക്കുക. അപ്പോൾ അവർക്കൊരു നമ്മൾ ആരൊക്കെയോ അവരെ കരുതാനുണ്ട്, അവരെ സ്നേഹിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ
കൂദാശകൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ടല്ലോ. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന, കുമ്പസാരം, നമ്മുടെ പേഴ്സണൽ പ്രേയേഴ്സ്, ഇതിലൊക്കെ ഒത്തിരി പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അനേകം അനുഭവങ്ങളുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ പരിശുദ്ധ ബലിയോട് ചേർന്ന് നിൽക്കാൻ ദൈവം എനിക്കൊരു കൃപ തന്നിട്ടുണ്ട്. ഞാനിവിടെ അബുദാബിയിൽ ജോലിക്ക് വന്ന് എനിക്ക് ജോലി കിട്ടിയത് ഒരു റിമോട്ട് ഏരിയയിലാണ്. ഏകദേശം ഇവിടെ നിന്ന് അബുദാബി സിറ്റിയിൽ നിന്ന് തന്നെ നല്ല ദൂരമുണ്ട്. അവിടെ ഒരു പരിശുദ്ധ കുർബാന ആഴ്ചയിൽ ഒരെണ്ണമേ ലഭിക്കുകയുള്ളൂ. അത് നമ്മുടെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് അത് വളരെയധികം വിഷമിപ്പിച്ചു. കാരണം ഞാനിവിടെ വന്ന് ഇവിടുത്തെ ഇടവകയുമായി ചേർന്ന് നിന്നപ്പോൾ എനിക്കിവിടുത്തെ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് വളരെ താല്പര്യം തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞാൻ റിമോട്ട് ഏരിയയിലാണ് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഓക്കെ, ഞാൻ പോകാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിനക്കറിയാമല്ലോ പരിശുദ്ധ കുർബാന എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് പരിശുദ്ധ കുർബാന ആഴ്ചയിൽ 3 ദിവസമെങ്കിലും മിനിമം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു കാര്യം സമർപ്പിച്ച് പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എനിക്കങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്നും ആഴ്ചയിൽ 7 ദിവസവും പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഈ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ തന്നെ വൈകുന്നേരം നമുക്ക് പോകാൻ പറ്റും. ഈവനിങ് ആണെങ്കിൽ അതിരാവിലെ പോകാനുള്ള ആ ഒരു സാഹചര്യം ദൈവം എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അതിശയപ്പെടും. ഞാൻ ആ റിമോട്ട് ഏരിയയിൽ പോയി ജോലി ചെയ്യേണ്ടതായിട്ട് വന്നതേയില്ല. എൻ്റെ ആഗ്രഹത്തെ ഈശോ മാനിച്ച ഒരു സംഭവമായിട്ടാണ് പരിശുദ്ധ കുർബാനയോട് ഞാൻ പലപ്പോഴും എൻ്റെ വിഷമങ്ങൾ ഇറക്കി വെക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. അവിടെ നിന്ന് നമ്മൾ സ്നേഹം പങ്കെടുത്തിട്ട് നമ്മുടെ വിഷമം എടുത്ത് കൊടുക്കുക, അവിടെ നിന്ന് കിട്ടുന്ന സ്നേഹം നമ്മൾ വാരിക്കോരി കുടിച്ചിട്ട് പോവുക. ഇതാണ് എൻ്റെ എപ്പോഴും പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ നമ്മളൊരു പരിശുദ്ധ കുർബാന കണ്ടിട്ട് ഒരു ഡ്യൂട്ടിക്ക് പോകുന്ന ആ ദിവസം ഒരു പ്രത്യേക ഒരു ഉണർവും ഒരു സംതൃപ്തിയുമാണ് നമ്മുടെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും അവിടെ നമുക്ക് നല്ല രീതിയിലൊരു വ്യത്യാസം അനുഭവപ്പെടാൻ പറ്റും. ഇവൻ നമ്മൾ പോകുന്ന മേഖലയിലായിക്കോട്ടെ, നമ്മൾ ഇടപെടുന്ന രോഗികളായിക്കോട്ടെ, അവർക്ക് നമുക്കത് മനസ്സിലാകത്തില്ല നമ്മളിതൊക്കെ ഇങ്ങനെ എത്ര ചെയ്തു എന്ന്. നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുമ്പോഴാണ് പിന്നെ നമ്മളിത് തിരിച്ചൊന്ന് ബാക്കിലേക്കൊന്ന് ചിന്തിക്കുമ്പോഴാണ് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലേ. അപ്പം തീർച്ചയായിട്ടും ഈശോയുടെ വലിയൊരു സാമീപ്യവും നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സ്നേഹവും ആ വലിയൊരു നിറവും നമ്മുടെ ഉള്ളിൽ നിറയാനായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട് ഓൾറെഡി. ആ ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് കത്തി ജ്വലിപ്പിക്കണം. നമ്മുടെ ഈ പറയുന്ന ഓരോ കുർബാനയിലൂടെ ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ പ്രയറിലൂടെ ആണെങ്കിലും എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ കത്തി ജ്വലിപ്പിച്ച് നമുക്ക് ഈ ലോകം മുഴുവൻ നമുക്ക് ആ സുവിശേഷവൽക്കരണമാണെങ്കിലും ഈശോയെ പകരാനാണെങ്കിലും ഒക്കെയുള്ള ഒരു വലിയൊരു കൃപ നമുക്ക് പരിശുദ്ധാത്മാവിനോട് നമുക്ക് ചോദിച്ചു വാങ്ങണം. ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഒരാളാണ്. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്തുതിച്ച് നമുക്ക് എപ്പോഴും ആരാധിച്ച് ആ ഒരു അനുഭവം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും പരിശുദ്ധാത്മാവോട് ചോദിച്ചിട്ട് ചെയ്യുന്നൊരു ശീലം വളരെ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് നമ്മളിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷവും ആ ഒരു സമാധാനവും തന്നെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയൊക്കെ നിരന്തരം മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അബുദാബിയിലെ ആ ഒരു വലിയൊരു ഗ്രോട്ടോയുടെ ഫ്രണ്ടിലിരുന്ന് ആ മാതാവിനെ ഒന്ന് നോക്കുമ്പോൾ നമ്മൾ എത്ര ടെൻഷന് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ ഒന്ന് വന്നിട്ട് ആ മാതാവിനെ നോക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സമാധാനം. മാതാവ് നമ്മളിങ്ങനെ 2 കൈ നീട്ടി ആ നീല കുപ്പായത്തിന് കീഴിൽ ഇങ്ങനെ പൊതിഞ്ഞ് നിർത്തുന്ന പോലെ നമുക്കൊരു തോന്നൽ. എനിക്ക് പലപ്പോഴും അങ്ങനെ ഒരു അനുഭവം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ടെൻഷനിലെല്ലാം കാനായിലെ കല്യാണം വരുന്നത് പരിശുദ്ധ അമ്മയാണ് ഈശോയോട് പറഞ്ഞേ അവർക്ക് വീഞ്ഞില്ല, നീ അവരുടെ ആഗ്രഹങ്ങൾ സഹായിച്ചു കൊടുക്കണം. അപ്പം ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഓരോ നിമിഷവും നമ്മൾ പറയുന്ന ഓരോ ആഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനോട് പറയുന്നുണ്ട്, കർത്താവ് അതിനെ മാനിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മ വഴിയായിട്ട് പരിശുദ്ധ ജപമാല ചൊല്ലി നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ സകലവിധമായുള്ള സാത്താൻ്റെ എല്ലാവിധമായ പോരാട്ട ശക്തിയിൽ നിന്നും എതിർക്കാനുള്ള സാത്താൻ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് പരിശുദ്ധ അമ്മയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു യൗവനത്തിൽ നമ്മൾ യൂത്തിൽ പലവിധ തിന്മകളിൽ പോകുമ്പോഴും നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മേ
നിൻ്റെ സംരക്ഷണത്തിൽ, നിൻ്റെ ജപമാലയുടെ സംരക്ഷണത്തിൽ, ആ നീല കാപ്പായുടെ കീഴിൽ ഞങ്ങളെ പൊതിഞ്ഞു നിർത്തണമേ എന്ന് നമുക്ക് ഓരോ നിമിഷവും നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ ഒരിക്കലും തിരസ്കരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയോട് കൂടുതൽ ഒട്ടിച്ചേർന്നുകൊണ്ട് ഉള്ളൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഈശോയുടെ സ്നേഹം ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രയാസ സമയത്തിലും നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ ബുദ്ധിമുട്ടുകളിലും നമ്മുടെ ബലഹീനതയിലും ഈശോ നമുക്ക് എപ്പോഴും സഹായകമാണ്. ഈശോയുടെ സ്നേഹം ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ ആ സ്നേഹം നുകരുവാനായിട്ട് ഈശോ നമ്മളെ ഓരോ നിമിഷവും ക്ഷണിക്കുകയാണ്. ഈശോയുടെ സ്നേഹം ആ തേനിനേക്കാളിലും ആ തേൻകട്ടേക്കാളിലും മാധുര്യമുള്ള സ്നേഹമാണ്. അവിടുത്തെ സ്നേഹം ഓരോ പ്രഭാതത്തിലും രുചിച്ചറിയുവാനായിട്ട് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നിമിഷം നമുക്ക് നമ്മുടെ ആ ഒരു പാട്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു, തേനിലും മധുരമായ എന്നുള്ള പാട്ട്. നമുക്ക് ആ പാട്ടൊന്ന് ചേർന്ന് പാടിയാലോ? തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുരമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുരമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുരമാ. ശരിക്കും എന്ത് അർത്ഥവത്തായ ഒരു പാട്ടാണല്ലേ. കർത്താവിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചത് അത് എന്ന് വാക്കുകൾ കൊണ്ടൊന്ന് പറയാൻ പറ്റുമോ? 2 കൊരിന്തോസ് 5-ാം അധ്യായം 17-ാം വാക്യം, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനായി ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകൻ 15:14 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. ഈ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താതെ ഈ കാലഘട്ടത്തിലെ യുവജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് നേഴ്സുമാരുടെ ഇടയിൽ കർത്താവിനായി നിലകൊള്ളുന്ന ഇവരെ ഓർത്ത് നമുക്ക് കർത്താവിൽ അഭിമാനിക്കാം. നാം ശുശ്രൂഷിക്കുന്ന രോഗികളിലും നമുക്ക് ചുറ്റുമുള്ളവരിലും പ്രകാശമായി മാറുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.